കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉച്ചക്കത്തേക്ക് അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടിയാണ്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഇച്ചിരി മാങ്ങാ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം എൻ്റെ അതിന് വേണ്ട ഉള്ളി, മാങ്ങ, മുളക് പൊടി, തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഒരു തക്കാളി വഴറ്റാന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തക്കാളി, സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട കുരുമുളക് പൊടി അതിന് വേണ്ടതാണ് കേട്ടോ. കുരുമുളക് പൊടി, ഇച്ചിരി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടു. അപ്പോൾ ഇതെല്ലാം കൂടി ആദ്യം നമുക്ക് അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടിയാണ് ആദ്യം ഇട്ട് വെക്കുന്നത്. നമ്മുടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, സ്റ്റൗ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്, ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ച അച്ചിങ്ങാപ്പയറും സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ചിങ്ങാപ്പയർ വേണ്ടേ, ചിങ്ങാപ്പയർ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിലും പോകുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഞങ്ങൾക്ക് വീട്ടിൽ ചപ്പാത്തിയുടെ കഴിക്കാനൊക്കെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് മീൻ ഇല്ല, മുട്ടയാണ് ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ ഇച്ചിരി തക്കാളി എടുത്ത് വഴറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. ചീഞ്ഞപ്പയറിവിടെ മുട്ട് വരുന്നുണ്ട്. ഇത് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ അരിഞ്ഞ് വെച്ച സവോളയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാണ്. നമ്മൾ ഒത്തിരി അങ്ങ് ഇളക്കി കൊടുക്കണം. ഒത്തിരി അങ്ങ് ഇളക്കി കൊടുക്കാണ്ടല്ലോ, തക്കാളി എല്ലാം അങ്ങ് വല്ലാതായി ചെയ്യും. കിടന്ന് ഇതാവട്ടെ കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നതൊക്കെ വിചാരിക്കുന്നു കേട്ടോ. ഹാസ്പിറ്റലിൽ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മൗനമാണേ. ഹാസ്പിറ്റലിൽ അംഗനവാടി പോയേക്കാണേ. നമ്മുടെ പൊടി ഐറ്റംസ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, കുരുമുളക് പൊടി, ശകല മസാലപ്പൊടി. മസാലപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചിക്കൻ മസാല വേണമെങ്കിൽ എടുക്കാം, ബീഫിൻ്റെ എടുക്കാം, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇച്ചിരി ചിക്കൻ മസാലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കണം.
ഇന്നലെ ഇവിടെയൊക്കെ നല്ല മഴയും കാറ്റുമായിരുന്നു കേട്ടോ, നല്ല മഴയും കാറ്റുമായിരുന്നു. നിങ്ങളുടെ ഇവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നോ? അപ്പം നമ്മുടെ തക്കാളി വഴറ്റിയത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് സിമ്പിളാണ് കേട്ടോ, എളുപ്പം ഉണ്ടാക്കാം. ഒത്തിരി ഒന്നും വേകാനൊന്നും നിൽക്കണ്ട, എളുപ്പം ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അതൊന്ന് റെഡിയാവട്ടെ. അച്ചിങ്ങാപ്പയർ അച്ചിങ്ങാപ്പയർ വറ്റൽമുളക് ചതച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് വെളിച്ചെണ്ണയിൽ അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. തക്കാളി ഇതിവിടെ ഇരുന്ന് റെഡി ആവട്ടെ. നമുക്കപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഐറ്റമാണ് മാങ്ങാ ചമ്മന്തി. അപ്പോൾ അതരയ്ക്കണം. മിക്സിയുടെ ജാറ് ഭയങ്കര പുളിയുള്ള മാങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. കാരണം ആ മാങ്ങ ഇട്ട് ഞാൻ മാങ്ങാക്കറി വെച്ച് നോക്കിയായിരുന്നു, ഭയങ്കര പുളിയാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. നമുക്കപ്പോൾ ഇത് അരച്ചിട്ട് വരാം കേട്ടോ. ഇപ്പം എന്ത് ചെയ്യും, നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ തക്കാളി വഴറ്റിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു മുട്ട പൊരിക്കണം കേട്ടോ. ഒരു മുട്ട ഞാനിപ്പോൾ എടുത്തിട്ടുള്ളേ. അച്ഛൻ ഉണ്ണാൻ വരുമ്പോഴത്തേക്ക് അച്ഛനുള്ളത് മാത്രം ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുത്തു. ബാക്കി ചേട്ടയൊക്കെ കഴിക്കാൻ വരുമ്പോഴത്തേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്കൊക്കെ ഇന്ന് ഉച്ചക്കത്തേക്ക് കഴിക്കാൻ എന്തുവായിരുന്നു കറികളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കറികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും എൻ്റെ തക്കാളി വഴറ്റിയത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കണം.
തിരിച്ചിടുന്നത് വലിയ റിസ്ക്കാണ് എനിക്ക്. കറക്റ്റ് ഷേപ്പൊന്നല്ല കേട്ടോ, ഏതോ ഒരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരികയാണേ. ചോറ് തേടെ വിളമ്പി വെച്ചിട്ടുണ്ട്, തക്കാളി വഴറ്റിയത്, പിന്നെ അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടി, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ നമ്മുടെ മാങ്ങാ ചമ്മന്തി, പിന്നെ മോര് കറി. ഇനി 2 പപ്പടം കൂടെ കാച്ചണം, അത് അച്ഛൻ വരുമ്പോഴത്തേക്കേ കാച്ചുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ.